നമ്മളിപ്പോ ഒരു കമ്പനിയുടെ മുന്നിലേക്കൂടെ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു, നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്നു. 2 സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് അവിടെ ക്യാഷറിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ക്യാഷ് എണ്ണുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അച്ഛനായി ക്യാഷ് എണ്ണാണ്, അതും 500 തൊട്ട്. അസറിന് പോകുമ്പോൾ മൂപ്പര് എണ്ണുന്നു, മഗ്‌രിബിന് പോകുമ്പോൾ മൂപ്പര് എണ്ണുന്നു. നമ്മൾ ആരെങ്കിലും വിചാരിക്കും ഇയാളെന്ത് കോടീശ്വരനാ മനുഷ്യന്, കാരണം എത്ര സമയം ഇയാളെയും എത്ര പൈസ. ആരെങ്കിലും വിചാരിക്കും ബുദ്ധി ഉണ്ടെങ്കിൽ ഇല്ല, കാരണം ഇത് കമ്പനിയിലേക്ക് വന്ന കാശ് മുമ്പ് എണ്ണുന്ന കൗണ്ട് ചെയ്യുന്നത്. ഇവരുടേതല്ല ഒരു 500 രൂപ പോലും എന്ന സാമാന്യ ബുദ്ധി നമുക്ക് തിരിയും, ഇല്ലേ? തിരിയും. അതേപോലെ നമ്മുടെ അക്കൗണ്ടിലും ഷെൽഫിലും വീട്ടിലും പേഴ്സിലും പോക്കറ്റിലുള്ള പണം അള്ളാഹു നമ്മളെ കയ്യിലാണ് ഏൽപ്പിച്ചതാണ്, എണ്ണി എണ്ണി കൊടുക്കും. അതുകൊണ്ടാണ് അള്ളാഹ് സ്വതക്കനെ കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും. സമ്പത്തിൻ്റെതാണ്, അവൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തതാണ്, ജസ്റ്റ് മോന് കൊടുക്കട്ടെ. യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു. തൊട്ട് ശേഷം പറഞ്ഞ വാക്ക് നോക്കണം, മിമ്മാ റസഖ്നാഹും, നമ്മളാണ് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ പ്രയോഗം അത്? യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും, നമ്മൾ നൽകിയത്. എന്തിനാ നമ്മൾ നൽകിയത് എന്നുള്ളത്? നമ്മൾ നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കും. പിന്നെ നമ്മൾ പിശുക്കും, ഇന്നലെ കൊടുത്തതല്ലേ നാളെ കൊടുക്കണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വത്ത് കിട്ടി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഫുള്ളായിട്ട് കൊടുത്തു. തീരുന്നില്ല. ളുഹറായി തീരുന്നില്ല, അസറായി തീരുന്നില്ല. കണ്ടോ, അത്രയും വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖസീദത്തുൽ ബുർദയിൽ നബി തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കസ്സഹരി ഫീ തറഫി വൽ ബദ്രി ഫീ ശറഫി വൽ ബഹരി ഫീ കറമി. സ്വതക്കന്റെ വിഷയത്തിൽ തങ്ങൾ കടൽ പോലെയാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? കടൽ എന്ന് പറഞ്ഞാൽ, കടലിൽ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി, മത്സ്യത്തിന് വേണ്ടി പോയി, അയാൾക്ക് കിട്ടും. നാളെ പോയി അയാൾക്ക് പിന്നെയും കിട്ടും. ഈ ഷെഫീഖ് എന്ന് പറയുന്ന ആളെ എല്ലാ ദിവസവും പോകുന്നുണ്ട്, എല്ലാ ദിവസവും കടൽ മീൻ കൊടുക്കും. ഏതെങ്കിലും ദിവസം കടൽ പറയോ, നീ അല്ലടെ ഇന്നലെ വന്നത്, എനിക്ക് ഇന്നലെ കിട്ടിയോ മതിയായിട്ട്, ഇതെന്താ എല്ലാ ദിവസവും നീ വരുന്നത്? കടൽ ഏതെങ്കിലും ദിവസം പറയോ? ഇല്ല. 10 ആഴ്ച പോയി, 2 കൊല്ലം പോയി, ഏതെങ്കിലും ദിവസം കടല് ഇന്ന് മീൻ തരൂല, കാരണം എനിക്ക് തന്നിട്ട് തന്നെ മടുത്തല്ലോ, കടൽ പറയോ? ഇല്ല. ഷെഫീഖ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ കടലിൽ മുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ മുത്തെടുക്കാൻ പോയിട്ട് മുത്ത് കിട്ടി. പിറ്റേ ദിവസം മുത്തെടുക്കാൻ പോയ കടൽ പറയോ നീ ഇനി വരണ്ട? ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ബൂസീരി പറയാ കൽ ബഹരി ഫീ കറമി, അവിടുന്ന് കടൽ പോലെ. ആര് ചോദിച്ചു വന്നാലും കൊടുക്കും, ആര് ചോദിച്ചു വന്നാലും. ഒരാളോടും ഇല്ലാന്ന് പറയുന്ന പരിപാടി അവിടത്തേക്കില്ല. ഇല്ലാന്ന് പറയും, ആകെ അവിടെ നിന്ന് ഇല്ലാന്ന് പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രം ഇല്ല പരിപാടി അവിടത്തേക്ക് ഇല്ലേ. ഇല്ലാന്ന് പറയില്ല, എല്ലാവർക്കും. ഇൻ വജദ ജാദ വ ഇല്ലാ വഅദ. ഇപ്പൊ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇപ്പൊ സമ്പത്തില്ലേ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയും. 2 ദിവസം കഴിഞ്ഞ് ഒരു ഫണ്ട് എത്താനുണ്ട്, എനിക്ക് തരാം. അങ്ങനെയാ. വ ഇൻ ജാദ വ ഇൻ വജദ ജാദ, ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ കൊടുക്കും. വ ഇല്ലാ വഅദ, ഇല്ലേ 2 ദിവസം കഴിഞ്ഞ് ഒരു ഫണ്ട് വരാനുണ്ട്, മോൻ പേടിക്കേണ്ട തരാം.